വിദ്യാർത്ഥിയും തങ്ങളുടെ അധ്യാപകരെ ഒരേ സമയം ബഹുമാനത്തോടെയും ഒരിത്തിരി ആരാധനയോടെയും ഒക്കെ കാണാറുണ്ട്. ഒരു ചെറിയ റോൾ മോഡൽ എന്നൊക്കെ നമുക്ക് പറയാം. യെസ്, രാജേഷ് ഉണ്ണിത്താൻ സാർ. കഴിഞ്ഞ 31 വർഷമായി എൻട്രൻസ് രംഗത്ത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 അധ്യാപകരുടെ പട്ടികയിൽ ഇടം നേടിയ തൃശ്ശൂർക്കാരൻ. സുവോളജി എന്ന വിഷയത്തെ ഏറ്റവും സിമ്പിളായി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്ന ഇദ്ദേഹം അധ്യാപന മേഖലയെ സ്നേഹിക്കുന്ന പോലെ തന്നെ തൃശ്ശൂർ എന്ന നാടിനെയും ഏറെ സ്നേഹിക്കുന്നു. ഈ തിരക്കിട്ട ജീവിതത്തിലും തൻ്റെ പ്രൊഫഷനൊപ്പം തൻ്റെ കുടുംബത്തെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്നതിൽ രാജേഷ് സാർ ഒരു മാതൃക തന്നെ. വിദ്യാലയം. വിദ്യാലയത്തിലെ ലയം എന്ന വാക്ക് ശ്രദ്ധിക്കുക. അധ്യാപകന്റെയും വിദ്യാർത്ഥിയുടെയും മനസ്സുകൾ തമ്മിൽ ലയിക്കുന്നിടത്താണ് വിദ്യാലയങ്ങൾ ഉണ്ടാവുന്നത്. ലയമില്ലെങ്കിൽ ക്ലാസ് മുറികൾ കേവലം ജീവനില്ലാത്ത ഭിത്തികൾ മാത്രമാണ്. ക്ലാസ് മുറികളിലെ സജീവതയിലെ ജീവൻ പരിഗണിക്കുക, അതൊരു മഹത്തായ പ്രതിഭാസമാണ്. അധ്യാപകന് മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവന്റെ പ്രതിഭാസം. ബെർലിനിന്റെ ഓരോ ക്ലാസ്സുകളിലും സുവോളജി എന്ന സബ്ജക്റ്റിലൂടെ ജീവജാലങ്ങളുടെ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് മനോഹരമായി വർണ്ണിച്ച് നൽകുന്ന ഒരു അധ്യാപകനുണ്ട്. വിദ്യാർത്ഥികളുടെ എല്ലാം ഏറ്റവും പ്രിയങ്കരനായ രാജേഷ് ഉണ്ണിത്താൻ സാർ. സർ, സ്വാഗതം. മീറ്റ് ദ ലെജൻസ് എന്ന പ്രോഗ്രാമിന്റെ 3ാമത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഇരിക്കുന്നത് രാജേഷ് ഉണ്ണിത്താൻ സാറാണ്. IZRU എന്നാണ് സാറിന് അല്ലേ? യെസ്. അപ്പോൾ സാറിന് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും. അധ്യാപന ജീവിതവുമായി ബന്ധപ്പെട്ട വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് സാറിന്. അതെ അല്ലേ? എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സാർ? ഞാനിപ്പോൾ ഈ വരുന്ന 2024 31ാമത്തെ വർഷമായിരിക്കും. 31ാമത്തെ വർഷം. ഓക്കെ. തീർച്ചയായിട്ടും സാറിൻ്റെ ഏറ്റവും വലിയൊരു പാഷൻ ആയിരുന്നിരിക്കണം ഒരു അധ്യാപകനാവുക. എന്നെ ഒരുപാട് ഘടകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ മാത്തമാറ്റിക്സ് പഠിപ്പിച്ച ഒരു അധ്യാപകനായിരുന്നു, രാജു വർഗീസ് എന്ന് പറയുന്ന സാറ്. ഈ സാറിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷനൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആകണം എന്നൊക്കെയുള്ളൊരു ധാരണ അന്ന് മനസ്സിലുണ്ട്. അങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് നോക്കുമായിരുന്നു. പക്ഷെ അന്ന് ഒരു പ്രൊഫഷനിലേക്ക് വരണം എന്നുള്ളൊരു തീരുമാനവും എടുത്തിട്ടില്ല. വളരെ യങ് ആണ്. അപ്പോൾ അദ്ദേഹം വളരെ യങ് ആയിരുന്നു. അപ്പോൾ നല്ല ചടുലമായിട്ട് നല്ല ഡൈനമിക്കായിട്ട് ക്ലാസ് എടുക്കും. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുമായിരുന്നു. പിന്നീട് ഞാൻ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തിലേക്ക് പോകണം എന്നുള്ളൊരു തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് എന്നെ പഠിപ്പിച്ച ഒരു അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന സാറുണ്ടായിരുന്നു. സാറെന്ന് അറിയപ്പെടുന്ന ഒരു എൻട്രൻസ് കോച്ചിങ് ടീച്ചറായിരുന്നു. ഇപ്പോൾ മരിച്ചുപോയി. അപ്പോൾ അന്ന് 1993 ഈ സാറ് എന്നോട് ആവശ്യപ്പെട്ടു, നീ ഇങ്ങനെ ക്ലാസ് എടുക്കണം, എൻട്രൻസ് കോച്ചിങ് ഞാൻ അറേഞ്ച് ചെയ്ത് തരും, അപ്പോൾ അവിടെ നിന്ന് ക്ലാസ് എടുക്കണം. അപ്പോൾ എനിക്ക് ആദ്യം ഒരു മടിയൊക്കെ തോന്നി. കാരണം എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് എൻട്രൻസിൻ്റെ ക്ലാസ്സാണ്. സാധാരണ ട്യൂഷൻ ക്ലാസ് ആണെങ്കിൽ ഓക്കെ. അങ്ങനെ ആ സാറ് പറഞ്ഞ അനുസരിച്ചിട്ട് ഞാൻ 1-2 ക്ലാസ്സുകൾ തൃശ്ശൂർ വന്നിട്ട് ക്ലാസ് എടുത്തു. അപ്പോൾ അന്ന് അത് സക്സസ് ആയി. അപ്പോൾ അതിൻ്റെ അതോറിറ്റീസ് പറഞ്ഞു ക്ലാസ് കൊള്ളാം, നല്ല ക്ലാസ്സാണ്, കുട്ടികൾക്കും ഇഷ്ടമായി. അപ്പോൾ ഒരു തീരുമാനം എടുത്തു, എന്നാൽ പിന്നെ ഈ ഒരു പ്രൊഫഷൻ നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു ആവറേജ് കുട്ടിയായിരുന്നു പഠിക്കുന്ന സമയത്ത്, ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു. വലിയ ടോപ്പ് മാർക്കുകളൊന്നും വാങ്ങിയ ആളല്ല, എന്നുവെച്ചാൽ തീരെ മോശമല്ല, ഒരു ആവറേജ് ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഈ ക്ലാസ്സുകൾ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തതിൽ എനിക്ക് മനസ്സിലാവും. എനിക്ക് അങ്ങനെ ഒരു ഷാർപ്പ് അത് നന്നായിട്ട് പറഞ്ഞു തരണം. അല്ലാതെ ഇപ്പോൾ ചിലപ്പോൾ ചില ടീച്ചേഴ്സൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ വളരെ വേഗമായിട്ട് ലെക്ചർ നോട്ടൊക്കെ പറഞ്ഞങ്ങ് പോകും. പെട്ടെന്ന് ലെക്ചർ ചെയ്യാമെന്നാണ് പറയാം. ഇന്നത്തെ മാതിരിയുള്ള ക്ലാസ് അല്ല. ബോർഡിൻ്റെ അടുത്ത് നിന്നിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം, വേണമെങ്കിൽ പഠിക്കാം. അത് വേണമെങ്കിൽ അത് കോളേജുകളിൽ അന്നത്തെ ഒരു സിസ്റ്റം അതാണ്. ചില ക്ലാസ് കട്ട് ചെയ്ത് പുറത്തു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ക്ലാസ്സുകളൊന്നും തന്നെ മനസ്സിലായിരുന്നില്ല. പക്ഷെ ചില അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പ്രതിപാദിച്ച് പടമൊക്കെ വരച്ച് നന്നായിട്ട് പഠിപ്പിക്കും. അപ്പോൾ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമായി. അപ്പം ഞാനെങ്ങനെയാണോ മനസ്സിലാക്കിയത്, ഒരു ആവറേജ് കുട്ടി എങ്ങനെയാണോ മനസ്സിലാക്കിയത്, അതേപോലെ മറ്റു കുട്ടികൾക്ക് മനസ്സിലാകണം എന്നുള്ളൊരു ചിന്തയുണ്ട്. അതാണ് ആ ചിന്തയുടെ ക്ലാസ്സിൽ കയറുക. അപ്പോൾ ക്ലാസ്സിൽ കയറുമ്പോൾ നമ്മൾ ഏറ്റവും താഴേക്കിടയിലുള്ള കുട്ടി എന്ന് ചിന്തിക്കുന്ന കുട്ടി, വിചാരിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് മാക്സിമം മനസ്സിലാകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ക്ലാസ് എടുക്കുന്നത്.
അല്ല നമ്മളൊരു കാറ്റഗറിയെ മാത്രം ശ്രദ്ധിച്ചിട്ടല്ല. എന്ന് കരുതി ഏറ്റവും മിടുക്കനായ കുട്ടിക്കും നിരാശ ഉണ്ടാവില്ല, അവനെ കൂടെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുക. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാട്, ഒരു അധ്യാപകൻ 2 കാറ്റഗറിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളായിരിക്കണം. അതായത് ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയും ഏറ്റവും മോശമായിട്ടുള്ള കുട്ടിയും 2 പേരെയും സാറ്റിസ്ഫൈ ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ അധ്യാപകൻ നല്ല അധ്യാപകനായിരിക്കും. അയാളെ എല്ലാവരും, എല്ലാ കുട്ടികളും ഇഷ്ടപ്പെടുകയും ചെയ്യും. അതാണ് എൻ്റെ ഒരു സ്വന്തം അഭിപ്രായം. സാർ പറഞ്ഞു 31 വർഷത്തെ അധ്യാപന ജീവിതം അതാണ് സാർ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ എൻട്രൻസ് മേഖലയിൽ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് സാറിനുണ്ട് അല്ലേ. പലയിടങ്ങളിൽ സാർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. സാർ തീർച്ചയായിട്ടും അവിടെ നിന്നെല്ലാം സാർ എത്തി നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടായ ബെർലിനിൽ തന്നെ. ഇവിടെ എത്തി നിൽക്കുമ്പോൾ സാർ കണ്ട ഒരുപാട് മാറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട് വിദ്യാർത്ഥികളുടെ. ഇതിനെല്ലാം രാജേഷ് ഉണ്ണിത്താൻ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സാറിന് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് ബെർലിനിൽ? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണത്. അപ്പോൾ അതിൽ ഈ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ കുറേ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. 93 മുതൽ പ്രീ ഡിഗ്രി ആയിരുന്നു അന്ന് +2 ഇല്ല. +1 +2 സ്കൂളിലല്ല കുട്ടികൾ പഠിക്കുന്നത്, കോളേജിലാണ്. 6 വർഷത്തോളം 7 വർഷത്തോളം നമ്മൾ കോളേജ് ക്ലാസ്സുകളിലാണ് പഠിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് കുട്ടികൾ നേരെ സ്കൂൾ തലത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ബ്രില്യൻ്റൊക്കെ വളർന്ന് പന്തലിക്കുന്നൊരു സമയമാണ്. 90s ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്തേക്ക് 40 വർഷമായി തോന്നുന്നു, 41 വർഷം. അപ്പോൾ ഏകദേശം 30 വർഷമുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ബ്രില്യൻ്റ് അന്ന് ഇതുവരെ കേരളം മൊത്തം ആയിട്ടില്ല, പക്ഷെ പാലയിൽ ഒരു നല്ല ശക്തിയായിട്ട് വളർന്നു വരുന്ന സമയമാണ്. റിസൾട്ടുകൾ അതെ, അന്നേ എനിക്കറിയാം. പക്ഷെ ഞാൻ അന്ന് ബ്രില്യൻ്റിലില്ല, ഞാൻ മറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാനൊരു 10-12 വർഷം സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുകയും ചെയ്തു മലബാർ ഭാഗത്ത്, 12 വർഷത്തോളം. പിന്നെ കേരളത്തിന് പുറത്ത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രീ യൂണിവേഴ്സിറ്റി കോളേജ് മാംഗ്ലൂർ, മംഗലാപുരം പ്രീ യൂണിവേഴ്സിറ്റി, എക്സ്പെർട്ട് പ്രീ യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയും, കോളേജാണ്. അവിടെ ഒരു 3 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ മറ്റ് പല സ്ഥാപനങ്ങളിലും ചില ഓൺലൈൻ സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ എല്ലാവരുടെയും കൂടെ സിസ്റ്റംസ് ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ബ്രില്യൻ്റിലേക്ക് വരുന്നത്. പക്ഷെ ഇവിടെ കണ്ട ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, ബ്രില്യൻറ്റിൻ്റെ വേ ഓഫ് കോച്ചിങ് അത് മറ്റുള്ള വളരെ തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഇവിടെ നമ്മളിപ്പോൾ ഒരു കാര്യം പ്ലാൻ ചെയ്താൽ, ഇപ്പോൾ ഒരു എക്സാം, അത് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഒരു എക്സാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല. ആ ഡേറ്റിൽ പോർഷൻ തീർത്ത് കൃത്യമായി പരീക്ഷ നടത്തും. പല സ്ഥലത്തും ഈ പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ സൗകര്യം വെച്ചിട്ടാണ്. പറ്റുമെങ്കിൽ നടത്തുക, പോർഷൻ തീർന്ന നടത്തുക, അല്ലെ പോസ്റ്റ്പോൺ ചെയ്യുക. ഈ പരിപാടി നമുക്കില്ല ഇവിടെ. ഞാൻ ഇപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ, ആ കണ്ടിടത്തോളം എൻ്റെ ഒരു അനുഭവമാണ്. പ്ലാനിങ് ആണ്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പാഠഭാഗങ്ങൾ തീർക്കുന്നു. അത് ഇപ്പോൾ നമ്മൾ റിപ്പീറ്റർ ബാച്ച് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ച് ആയിക്കോട്ടെ, ഏത് ബാച്ച് എടുത്താലും ഒരു പ്ലാനിങ് ഉണ്ട്. അത് കൃത്യസമയത്ത് തുടങ്ങി അവർ പറയുന്ന സമയത്ത് തീർക്കുന്നു. കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നു. പിന്നെ നമ്മുടെ ടൈം ടേബിൾ സെക്ഷനൊക്കെയാണ് ഞാൻ വളരെ അത്ഭുതത്തോടെ കാണുന്നത്. കണ്ണൂർ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഏത് ടോപ്പിക് എടുത്തു, തിരുവനന്തപുരത്ത് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ബയോളജി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ഏത് ടോപ്പിക് എടുത്ത് എവിടെ വരെ എത്തി, ഇതെല്ലാം അവർക്കറിയാം. എന്നെ വിളിക്കുമ്പോൾ എന്നോട് പറയും, താങ്കളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന പാർട്ട് വരെയായി, ഇനി അവിടെ ഇത്ര മണിക്കൂറാണ് ബാക്കിയുള്ളത്. ഇത് ഒരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മറ്റൊന്ന് ഇവരുടെ ഡയറക്ടേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ. അതായത് ഇവർ ഈ ബ്രില്യൻറ്റിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ഈ ഡയറക്ടേഴ്സ്, അവരുടെ ഒരു യോജിപ്പും അതുപോലെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആശയങ്ങളും ഒക്കെ ഗംഭീരമാണ്. ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ജോർജ് സാറിനെ. കാരണം ജോർജ് സാറുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട്, ആ സാറിനെയാണ് ഞാൻ കൂടുതൽ, മറ്റൊരു ഡയറക്ടേഴ്സിനെ അത്ര വ്യക്തിപരമായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ജോർജ് സാറുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ സാറിൻ്റെയൊക്കെ ഒരു ഞാൻ വീട്ടിലെപ്പോഴും വൈഫിനോടൊക്കെ പറയും. കാരണം തൃശ്ശൂർ ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ട്, ഇവിടെ കാണാറുണ്ട്. അപ്പം ഫുൾ ടൈം യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെ എല്ലാവരും തന്നെ, അത് നമ്മുടെ എല്ലാ ഡയറക്ടേഴ്സും തന്നെ ഒന്നിനൊന്നും മെച്ചപ്പെട്ട് ഈ യാത്രകളും എല്ലാ സ്ഥാപനങ്ങളും വിസിറ്റ് ചെയ്യും. അത് ഒരിടത്തും കാണാറില്ല. പൊതുവിലൊരു സ്ഥാപനം നടത്തുന്ന ആൾ എല്ലാ സ്ഥാപനത്തിനും എപ്പോഴും പോകണമെന്നില്ല. അയാളോട് ഒരു ചേർട്ടിരുന്നാൽ മതി, അവിടെ സിസ്റ്റം വെച്ച് നടത്തിക്കോളും എന്നുള്ളതാണ്. പക്ഷേ ഇവർ വരുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഡയറക്ടേഴ്സ് നേരിട്ട് കുട്ടികളായിട്ട് സംസാരിക്കുന്നുണ്ട്. ക്ലാസ്സിൽ കയറിയിട്ട് കുട്ടികളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്, ക്ലാസ് മനസ്സിലായും ചോദിക്കുന്നുണ്ട്. അത് കുട്ടികളെ സംബന്ധിച്ചിട്ട് വലിയൊരു കാര്യമാണ്. കാരണം ഇതിൻ്റെ ഉടമസ്ഥന്മാരായിട്ടുള്ള ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾക്കാർ ഞങ്ങളെ കാണാൻ വരുന്നു, ഞങ്ങളോട് സംസാരിക്കുന്നു.
അത് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ 31 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ എത്രയോ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നടത്തുന്ന ഒരാൾ, ആ നടത്തുന്ന ഡയറക്ടേഴ്സ് എല്ലാ ക്ലാസ്സിലും കയറി എല്ലാ കുട്ടികളോടും സംസാരിക്കുക എന്ന് പറയുന്നത് റയറായി സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇതൊക്കെ ഈ ബ്രില്യൻറ്റിനെ വ്യത്യസ്തമാക്കുന്നൊരു സംഭവമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നോട്ട് ചെയ്തത്, ഇവിടെ ഡിസ്ക്രിമിനേഷൻ അല്ല, നോ ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ഒരു ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും തുല്യ പരിഗണനയാണ്. പല സ്ഥാപനങ്ങളിലും ഞാൻ കണ്ട ഒരു പ്രവണത, അവർ നോട്ട് ചെയ്യും. ഇപ്പോൾ ഓരോ ക്ലാസ്സിലും നല്ല നല്ല കുട്ടികളെ നോട്ട് ചെയ്തിട്ട് അവരെ മാത്രം പെറുക്കിയെടുത്തിട്ട് അവർക്ക് പ്രത്യേക ക്ലാസ് കൊടുത്ത് അവർക്ക് സെപ്പറേറ്റ് ക്ലാസ് കൊടുത്ത് ട്രെയിൻ ചെയ്ത് റാങ്ക് ഉണ്ടാക്കുക. ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ റാങ്ക് വരുന്നത് ജനറലി ഈ കൊടുക്കുന്ന സാധാരണ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സാധാരണ കുട്ടികൾ ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുന്ന റാങ്കാണ്. അല്ല, മിടുക്കന് പ്രത്യേക പരിഗണന, മോശക്കാരനെ പിന്നോട്ട് മാറ്റിയിരുത്തുക, ആ പരിപാടി ഞാനിവിടെ കണ്ടിട്ടില്ല. തുല്യ പരിഗണനയാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂ കാണുന്ന നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെച്ചോ, ബ്രില്യൻറ്റിൽ പഠിക്കുകയാണെങ്കിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ പരിഗണന ആയിരിക്കും, ഒരു സംശയമില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ട കാര്യമാണ്. തീർച്ചയായും ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അങ്ങനെ കയറി. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഈ മലപ്പുറം ജില്ലയിലൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അന്ന് മലപ്പുറത്ത് അബ്ദുസലാം എന്ന് പറഞ്ഞൊരു കുട്ടി, അദ്ദേഹം ഇപ്പോൾ പ്രശസ്തനായ ഒരു സൈക്കാട്രിസ്റ്റാണ്. അപ്പോൾ ഈ കുട്ടി എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യ ചാൻസിൽ എൻ്റെ സ്ഥാപനത്തിൽ പഠിച്ചായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞല്ലോ പണ്ട് സ്ഥാപനം നടത്തിയിരുന്നു. അപ്പോൾ ആദ്യ ചാൻസിൽ ഇവന് നല്ല റാങ്കിൽ വന്നില്ല. എനിക്ക് തോന്നുന്നൊരു കേരള എൻട്രൻസ് കിട്ടി. അന്ന് കേരള എൻട്രൻസ്, പക്ഷെ ആൾക്ക് ഭയങ്കര ആഗ്രഹം എയിംസിൽ പഠിക്കണം. അങ്ങനെ അയാൾ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ബ്രില്യൻറ്റുകാർ നമ്മുടെ ഈ സ്ഥാപനം, എനിക്ക് തോന്നുന്നു യാതൊരു ഫിനാൻസും ഇല്ലാതെ, അതായത് ഫീസൊന്നും വാങ്ങാതെ തന്നെ കുട്ടിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെ ചെയ്തിട്ട് ആ കുട്ടി ഇവിടെ പഠിച്ച 14ാം റാങ്ക്. നിങ്ങൾ ആലോചിക്കണം, ഞാൻ ആ കുട്ടിയെ ഇത് ചെയ്ത് പറയില്ല, സാധാരണ കാറ്റഗറിയിൽ നിന്ന് വന്ന ഫാമിലിയിൽ നിന്ന് വന്ന കുട്ടി, മലയാളം മീഡിയം ക്ലാസ്സിൽ 10ാം ക്ലാസ് വരെ പഠിച്ച കുട്ടി. ശരിക്കും ഒരു മലയാളം മീഡിയംകാരൻ്റെ ഇംഗ്ലീഷ് അറിവ് എത്രത്തോളം ഉണ്ടാവും. ആ കുട്ടി വന്ന് ബ്രില്യൻറ്റിൽ പഠിച്ച് 14ാം റാങ്കിലേക്ക് 14th റാങ്കിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് വലിയൊരു തന്നെയാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ കുട്ടി ഇവിടെ വരാറുണ്ടെന്ന്. അബ്ദുസലാം ഈ ഇൻ്റർവ്യൂ കാണുകയാണെങ്കിൽ ഞാൻ ഒരു ഹായ് പറയാം കേട്ടോ. തീർച്ചയായും എന്നെ എപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ അത് മലപ്പുറത്ത് അറിയപ്പെടുന്ന സൈക്കാട്രിസ്റ്റാണ്. നിംഹാൻസിന്ന് പിന്നീട് MD എടുത്തു. അതെ. പിന്നെ അധ്യാപകരെ ഡീൽ ചെയ്യുന്ന രീതി, കൃത്യസമയത്ത് പോർഷൻസ് തീർക്കുക, കറക്റ്റായിട്ട് മുന്നോട്ട് പോവുക, അവരുടെ ഫീഡ്ബാക്ക് നോക്കുന്നു, നല്ല അധ്യാപകരെ മാത്രം നിലനിർത്തി കൊണ്ടുപോകുന്നു. ഇതൊക്കെ തീർച്ചയായിട്ടും വ്യത്യസ്തമായ കാര്യങ്ങൾ തന്നെയാണ്. സാർ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതുപോലെ തന്നെ സാർ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യങ്ങളായിരിക്കാം, ഒരുപക്ഷെ സാർ മറ്റൊരുപാട് എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബ്രില്യൻറ്റിലെ കുട്ടികൾ സാറ് ഒരു ക്ലാസ് എടുക്കാൻ കയറി ചെല്ലുമ്പോൾ അവർ എത്രമാത്രം കരുതലോട് കൂടിയിട്ടാണ് സാറിൻ്റെ വാക്കുകളെ കേൾക്കുന്നതും ആ ക്ലാസ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നതും സാർ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ബ്രില്യൻറ്റിലെ സ്റ്റുഡൻസിനെ കുറിച്ച് സാറിന് എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഞാനീ പറഞ്ഞ പോലെ ഇത്രയും വർഷമൊക്കെ പഠിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞെങ്കിലും, സാധാരണ കേസിൽ നമ്മളിപ്പോൾ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ കാറ്റഗറിപ്പെട്ട കുട്ടികളുണ്ടാവും. പക്ഷെ എല്ലാവരും ഒരേപോലെ പ്രതികരിക്കുന്നത് ഞാനിവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം ഒരു ക്ലാസ് റൂമിലിരിക്കുന്ന മുഴുവൻ കുട്ടികളും വളരെ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ക്ലാസ്സിലിരിക്കുന്നത്. വേണ്ടാന്ന് തോന്നുന്നവരെയൊന്നും എൻ്റെ ക്ലാസ്സിൽ ഞാൻ കണ്ടിട്ടില്ല. അതായത് ഒരു താല്പര്യക്കുറവോടുകൂടി ഇരിക്കുക, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ആക്റ്റീവാണ്. അപ്പോൾ അതിൽ ആവറേജ് കുട്ടിയും നല്ല കുട്ടിയും ഭയങ്കര ബ്രില്യൻ്റായ കുട്ടിയും എല്ലാവരും ആ ഒരു കാറ്റഗറി വരും. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഇവരോടുള്ളൊരു ഡീലിങ്സിൻ്റെ ആവാം, സ്ഥാപനത്തിൻ്റെ. ഇപ്പോൾ സ്ഥാപനം എങ്ങനെയാണോ കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്നത് അത് തിരിച്ച് കസ്റ്റമേഴ്സ് അങ്ങോട്ടും കൊടുക്കും. അപ്പോൾ കുട്ടികളെ ഡീൽ ചെയ്യുന്ന രീതി അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും. അത് ഞാനിപ്പോൾ കണ്ടത്, ഞാൻ ആദ്യം വിചാരിച്ചത് വലിയ സ്ട്രിക്റ്റ് ആയിരിക്കും, അതായത് ഇടം വരെ വിടില്ല, പിന്നെ കുട്ടികൾക്ക് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല എന്നൊക്കെയാണ് ഞാൻ ധരിച്ചു വെച്ചത്. പക്ഷേ ഇവിടെ കുട്ടികൾ അത്ര ഫ്രീ ആയിട്ടാണ് പഠിക്കുന്നത്. എന്ന് വെച്ചാൽ അവരെ തുറന്ന് അഴിച്ചു വിട്ടിരിക്കുകയല്ല. ഓരോ ക്ലാസ്സിലും ക്ലാസ് ടീച്ചറുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഒരു കുട്ടി പോലും ഒരു മോശം ബിഹേവിയർ ഞാൻ കണ്ടിട്ടില്ല. നല്ല അച്ചടക്കത്തോടു കൂടി കുട്ടികൾ പഠിക്കുന്നു. അവർക്ക് ടെൻഷനില്ല, ടെൻഷൻ ഫ്രീ ആണ്. കുട്ടികൾ ടെൻഷൻ ഫ്രീ ആയിട്ട് പോകുക എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിട്ട് വലിയ കാര്യമാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിട്ട് ടെൻഷൻ ഫ്രീ ആണ്, ആഗ്രഹമുണ്ട്, നല്ല ബിഹേവിയറാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്.
സർ അതിനോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, കുട്ടികൾ ഒരുപാട് അതിനെ എൻജോയ് ചെയ്യുന്നതിന് ഒരു പരിധി വരെ ബ്രില്യൻ്റ് അതിനുവേണ്ടി എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പഠനവുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥി എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ഈ ഒരു വലിയ കോട്ടയ്ക്കുള്ളിൽ, ബ്രില്യൻ്റ് എന്ന് പറയുന്നൊരു വലിയ കോട്ടയ്ക്കുള്ളിൽ കേരളത്തിൽ ഇപ്പം 9ഓളം സെന്ററുകളായി നമുക്ക് അവിടെ എല്ലായിടത്തും ഒരുക്കി നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ക്യാമ്പസ് പറയുമ്പോൾ ഇവിടെ നമ്മുടെ മെയിൻ ക്യാമ്പസ് പാലയാണല്ലോ. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ വരുമ്പോഴത്തേക്ക് ഡി ബ്ലോക്കും കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ വരുമ്പോൾ. അപ്പോൾ ഞാൻ കണ്ട ഒരു പ്രധാന എന്നെ അട്രാക്ട് ചെയ്ത കാര്യം, ഇവിടെ വന്ന് കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഇൻ്റർവ്യൂ നടക്കുന്ന ഈ സമയത്ത് റിപ്പീറ്റഡ് ബാച്ചെല്ലാം കഴിഞ്ഞു. പക്ഷെ എന്നിട്ട് കൂടി എല്ലാ ക്ലാസ്സുകളും ഒക്കിപ്പെടാം. അതായത് ഒരു കുട്ടി പോലും വീട്ടിൽ പോകുന്നില്ല, അവരിവിടെ ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ പോകാതെ ഇരുന്ന് പഠിക്കാൻ ആരും ഇൻസിസ്റ്റ് ചെയ്തിട്ടുമില്ല. പക്ഷെ എന്നിട്ടും കുട്ടികൾ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു? അവർക്ക് അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ കിട്ടുന്നതുകൊണ്ടാണ്. നല്ല ക്ലാസ് മുറികൾ, നല്ല ലൈബ്രറി ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇവിടുത്തെ ലൈബ്രറിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു. ഇവർക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും ഇവിടെ ഉണ്ട്. അതിവിടെ 3000 കുട്ടികളുണ്ട്, 3000 കുട്ടികൾക്കും ബുക്കുണ്ട്. അത്രയും നമ്പർ ഓഫ് ബുക്സ് ഉണ്ട്. അത് പിന്നെ കൃത്യമായിട്ട് കൊടുക്കാനുള്ള സ്റ്റാഫുണ്ട്. കുട്ടികൾക്ക് ഇന്ന് പഠിക്കാൻ ലൈബ്രറി സൗകര്യമുണ്ട്, ക്ലാസ് റൂമിൽ സൗകര്യമുണ്ട്. പിന്നെ വേറൊരു ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് എനിക്ക് കണ്ട അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്ലസ് പോയിൻ്റായിട്ട് കാണുന്നത് ഡൗട്ട് ക്ലിയറൻസ് ആണ്. അതായത് നമ്മുടെ സ്റ്റാഫ് റൂമിൽ ഏതാണ്ട് ഒരു 12 മണിക്കൂർ, വേണമെങ്കിൽ 20 മണിക്കൂർ എന്ന് പറയാം, 20 മണിക്കൂറും അധ്യാപകർ അവൈലബിൾ. കൂടാതെ ഓൺലൈനായിട്ടും പിന്നെ ബൈ ഫോൺ വിളിച്ചവർക്ക് നേരിട്ട് ചോദിക്കാം. ഇത്രയും സൗകര്യങ്ങൾ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കാം, നേരിട്ട് അധ്യാപകരോട് ചോദിക്കാം. എല്ലാ സമയത്തും അധ്യാപകർ സ്റ്റാഫ് റൂമിലുണ്ടാവും, അവൈലബിൾ ആയിരിക്കും. ഇതാണ് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും നമ്പർ 1 എൻട്രൻസ് കോച്ചിങ് സെൻ്ററാണ് ബ്രില്യൻ്റ് എന്ന് നമുക്കറിയാം. അവിടെ ഒരു അധ്യാപക കൂട്ടായ്മയെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ബ്രില്യൻ്റ് എപ്പോഴും ബ്രില്യൻ്റ് ആണ്, അതല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു മേഖലയിൽ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഏറ്റവും നമ്പർ 1 ഫാക്കൽറ്റീസ് ഉള്ള ബ്രില്യൻ്റിലെ ഒരു അധ്യാപക ലോകത്തെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഞാൻ അവരോടൊപ്പം വർക്ക് ചെയ്യുമ്പോഴുള്ളൊരു സാറിൻ്റെ ഒരു സന്തോഷം. തീർച്ചയായിട്ടും വലിയൊരു അത്ഭുതം തന്നെയാണ്. കാരണം ഞാൻ ഇത്രയും ഇവിടെ വന്നപ്പോൾ 1 ഇയർ ആയിട്ടേ ഉള്ളൂ. ഈ 1 വർഷം കൊണ്ട് ഞാനിവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച, ഒരു സ്റ്റാഫ് റൂം ഇപ്പോൾ നമ്മുടെ എ ബ്ലോക്കിലെ സ്റ്റാഫ് റൂം ഞാൻ കണ്ട ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു സിനിമാ തിയേറ്റർ മാതിരി വലിയ സ്റ്റാഫ് റൂമാണ്, അത് നിറഞ്ഞിരിക്കുക അധ്യാപകർ. ഇത്രയും നമ്പർ ഓഫ് അധ്യാപകരെ പഠിപ്പിക്കുന്ന സ്ഥാപനം ബ്രില്യൻ്റ് മാത്രമേ ഉള്ളൂ നിലവിൽ കേരളത്തിൽ. അത്രയും അധ്യാപകരുണ്ട് ഇവിടെ. അത് തന്നെ പല കാറ്റഗറി ഉണ്ട്. നല്ല ഏജായിട്ടുള്ള പ്രൊഫസേഴ്സ് ഉണ്ട്, ഒരുപാട് വർഷം പഠിപ്പിച്ച് പരിചയമുള്ള ഏജായിട്ടുള്ള പ്രൊഫസേഴ്സ് ഉണ്ട്. അവരൊക്കെ ഇപ്പോഴും ബ്രില്യൻ്റ് നിലനിൽക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാറിനെ കണ്ടു, ഒരു പ്രൊഫസറെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 70 വയസ്സിനടുത്തുണ്ട്. അപ്പം എത്രയോ വർഷം മുമ്പ്, 40 വർഷം മുമ്പേ ബ്രില്യൻ്റ് വന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകരുണ്ട്, യങ്സ്റ്റേഴ്സ് ഉണ്ട്, ഇപ്പോൾ പഠിച്ചു വന്ന് ഈ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള കാറ്റഗറിയിൽപ്പെട്ട അധ്യാപകരും ബ്രില്യൻ്റിലുണ്ട്. പിന്നെ ബ്രില്യൻ്റ് ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ഫീഡ്ബാക്ക്. അതായത് ഇപ്പോൾ നമ്മളൊരു അധ്യാപകനാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു ഇതാവുന്നില്ലല്ലോ. അപ്പോൾ അധ്യാപകർ എങ്ങനെ ആയിരിക്കണം, എത്രത്തോളം നന്നായി ക്ലാസ് എടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നൊരു സിസ്റ്റം ഇവിടെയുണ്ട്. ആ ഫീഡ്ബാക്ക് ബെറ്റർ ആയില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു കോമ്പറ്റീറ്റീവ് ഫീൽഡാണ്. അപ്പോൾ ഫീഡ്ബാക്ക് ബെറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ അധ്യാപകൻ തീർച്ചയായിട്ടും കുട്ടികളുടെ മുന്നിൽ നിൽക്കാൻ യോഗ്യനല്ലാതായിത്തീരും. അത് സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ ഈ ഫീഡ്ബാക്കിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട നല്ല അധ്യാപകരാണ് ബ്രില്യൻ്റിലുള്ള എല്ലാവരും. ആരും മോശക്കാരല്ല. കാരണം ഈ ഫീൽഡിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ബ്രില്യൻ്റ് ഇന്ന് നമ്മുടെ ബ്രില്യൻ്റ് വർക്ക് ചെയ്യുന്ന എല്ലാ അധ്യാപകരും നല്ല ഫീഡ്ബാക്ക് വാല്യൂ ഉള്ള ആൾക്കാരാണ്. അവരെ മാത്രമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സാർ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുമിച്ച് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യാറുണ്ടല്ലോ, ഷോപ്പുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ സാർ നോക്കിക്കാണുന്നു? ഒരു എക്സ്പീരിയൻസ് കൂട്ടായ പ്രവർത്തനം അത് തീർച്ചയായിട്ടും. കാരണം ഈ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും, ഞാൻ ആരും മോശമാക്കല്ല, ജനറലി പറയാണ്, അവർ ചെയ്യുന്ന ഒരു വർഷം ഒരു പ്രിൻ്റ് ചെയ്ത മെറ്റീരിയൽ എന്താണോ അതായിരിക്കും കാലാകാലം ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ ഈ വർഷം ഒരു റാങ്ക് ഫയൽ ഉണ്ടാക്കി കുട്ടികൾക്ക് വേണ്ടിയിട്ട്,
അടുത്ത വർഷം തന്നെ കൊടുക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാ വർഷവും ഇവർ കുട്ടികൾക്ക് ഇഷ്യൂ ചെയ്യുന്ന മെറ്റീരിയൽസ് വ്യത്യാസം വരുത്തുന്നുണ്ട്. അതായത് വർക്ക്ഷോപ്പുകളുണ്ട്. വർക്ക്ഷോപ്പുകളിൽ അധ്യാപകർ കൂട്ടായിരുന്നിട്ട് ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് അതാണ് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അത് വലിയൊരു അനുഭവമായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്തായിരുന്നു. പിന്നെ നിലവിലുള്ള മെറ്റീരിയലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതും എല്ലാവരും കൂടി ചേർന്നിട്ട് ക്ലിയർ ചെയ്യുന്നൊരു ഏർപ്പാട് കൂടി ഇവിടെ ഉണ്ട്. അതൊക്കെ വലിയ ഒരു സിസ്റ്റമാണ്, നല്ല സിസ്റ്റമാണ്. അതൊക്കെ ഉണ്ട്. ബ്രില്യൻറ്റിൻ്റെ കേസിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നതാണ്. സാറിൻ്റെ ഒരു അധ്യാപകന ജീവിതത്തെക്കുറിച്ച് സാറ് പറഞ്ഞു. പക്ഷേ ഇതിനെല്ലാം അപ്പുറം ഒരു രാജേഷ് വ്യക്തിപരമായ സ്വയമായിട്ട് സാറിന് മനോഹരമായൊരു ഫാമിലി ഉണ്ട്, മനോഹരമായൊരു നാടുണ്ട്, അല്ലേ? ഒരുപാട് നല്ല നല്ല വ്യക്തിബന്ധങ്ങളുണ്ട് സാറിന്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ സാറിൻ്റെ ഫാമിലിയെക്കുറിച്ചും നാടിനെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയാം. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഒന്നാമത്തെ, ഞാൻ ബേസിക്കലി ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകര എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. അപ്പർ കുട്ടനാടെന്ന് ഞങ്ങൾ പറയാം. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. കിഴക്കിൻ്റെ വെനീസ് എന്നൊരു പേരുണ്ടായിരുന്നു. അത് ആലപ്പുഴ. ഞങ്ങൾ ആലപ്പുഴയുടെ സദേൺ പാർട്ടാണ്. അപ്പോൾ അവിടെ ഈ അപ്പർ കുട്ടനാട് മാവേലിക്കരയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ ഈ ഞങ്ങളുടെ പ്രദേശത്തിൻ്റെ പ്രത്യേകത വളരെ മനോഹരമായ ഭൂമിയാണ്. പാടങ്ങൾ, ക്ഷേത്രങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രത്യേകതരം ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. അപ്പോൾ പിന്നീട് എൻ്റെ ഈ സ്ഥിരമായ ലാവണം തൃശ്ശൂരായിട്ട് മാറി. ഇപ്പം തൃശ്ശൂർക്കാരൻ. പക്ഷെ എൻ്റെ തറവാടും ഒക്കെ ഓണാട്ടുകര പ്രദേശത്താണ്. അപ്പോൾ എൻ്റെ കൾച്ചർ, ഞാൻ വളർന്നു വന്ന സാഹചര്യവും എൻ്റെ ഒരു ട്രഡീഷനും എല്ലാം എൻ്റെ ഓണാട്ടുകരയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈവൻ സാറ് ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ എൻ്റെ സ്ലാങ് തൃശ്ശൂർ സ്ലാങ് അല്ല. തൃശ്ശൂരാണ് ഞാൻ സെറ്റിൽ. പക്ഷെ ഞാൻ ബേസിക്കലി പഠിച്ചു വളർന്നത് മാവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓണാട്ടുകരയുടെ ഒരു പ്രത്യേക കൾച്ചർ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവിടെ. എൻ്റെ തറവാട്, ബന്ധുക്കൾ എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നാട്ടിൽ ജനിച്ചു വളരാൻ പറ്റിയ ഭാഗ്യമായിട്ട് കരുതുന്നു. പഠിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം അവിടെയായിരുന്നു, കോളേജ് അവിടെയായിരുന്നു. പിന്നെ MSc ചെയ്ത് പുറത്താണ്, PG ചെയ്ത് പുറത്താണ്, മദ്രാസിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു PG കൂടെ ചെയ്തു കേട്ടോ. അത് ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു. പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ആഗ്രഹം ഉണ്ടായി. എനിക്ക് തൃശ്ശൂർ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എനിക്ക് തൃശ്ശൂരിൻ്റെ ആ ഒരു പിന്നെ പൾസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു പ്രത്യേകതരം കൾച്ചറും കാര്യങ്ങളുമാണ്. അപ്പം അന്ന് ചെറുപ്പത്തിൽ 10-22 വയസ്സുള്ള സമയത്ത് പഠനമൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരാഗ്രഹം തോന്നി, തൃശ്ശൂർ എന്തെങ്കിലും ഒരിക്കൽ സെറ്റിലാകണം എന്നുള്ളത്. പക്ഷേ അത് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടായില്ല. പിന്നെ അതൊരു നിയോഗം പോലെ ഒരു 6 വർഷം മുമ്പ് തൃശ്ശൂർ ഞാൻ സെറ്റിലായി. ആഗ്രഹം സഫലമായി. തൃശ്ശൂർ സെറ്റിലായി. ഇപ്പം തൃശ്ശൂർ താമസിക്കുന്നു. തൃശ്ശൂർ ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിൽ ഉണ്ട്. അവിടെ ക്ലാസ് എടുക്കുന്നു. പാലയിലും ക്ലാസ് എടുക്കുന്നുണ്ട്. മറ്റു ബ്രാഞ്ചുകളിലൊക്കെ ഇവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് പോയിട്ട് ക്ലാസ് എടുക്കുന്നു. സാർ തൃശ്ശൂരാണ് ഇപ്പോൾ? അതെ. ഫാമിലി തൃശ്ശൂരാണ്? അതെ. അപ്പോൾ വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അമ്മ ഉണ്ട്. അമ്മ ഒരു രോഗിയാണ്, കിടപ്പിലാണ്. അമ്മ മാവേലിക്കരയാണ്. എൻ്റെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് അവിടെ, അവരുടെ കൂടെയാണ്. ഇപ്പോൾ തൃശ്ശൂർ എൻ്റെ കൂടെയുള്ളത് എൻ്റെ വൈഫ് അപർണ, മകള് ഗൗരി പാർവതി. മകള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു മൈക്രോ ഫാമിലിയാണ്. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് മൊത്തം ആ ഫാമിലിയാണ്. അതായത് ഞാൻ ഭയങ്കര ഫാമിലി മാനാണ്. മോള് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം ഇവിടെ പാലയിൽ വരുമ്പോഴത്തേക്കും ഒരു ദിവസം കണ്ടില്ലെങ്കിൽ കൂടി വലിയ വിഷമമാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറയത്തില്ലെങ്കിലും രണ്ടുപേർക്കും അറിയാം വിഷമമാണെന്നുള്ളത്. പിന്നെ 2 യാത്രകൾ, ഞങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്, പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. പിന്നെ വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്ലാസ് ഇല്ലെങ്കിൽ കൂടി ചുമ്മാ ഞങ്ങൾ ടൗണിലൊക്കെ കറങ്ങും. അങ്ങനത്തെ ഒരു ഫാമിലിയാണ്. വളരെ ജോളിയാണ് മൊത്തത്തിലൊരു നല്ലൊരു അധ്യാപകനൊക്കെയാണ്. മാളുടെ മുമ്പിൽ നല്ല അച്ഛനാണോ എന്നുള്ളത് മോള് പറയണം. ഓക്കെ, അത് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടാണ് അച്ഛനെ മോൾക്ക് മിസ് ചെയ്യുന്നത്, മോൾക്ക് അച്ഛനെ മിസ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഞാൻ മോൾക്ക് ഒരിക്കലും പറഞ്ഞു കൊടുത്തിട്ടില്ല, പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുമില്ല. ഇപ്പം 10th ഉള്ളൂ. അച്ഛൻ മാത്രമാണ് അധ്യാപകനല്ല. ഓക്കെ, അതൊരു വലിയ കാര്യമാണ്.
കാരണം ഒരുപക്ഷെ മോളും അച്ഛനായിട്ട് കാണാനായിരിക്കും ഏറ്റവും കൂടുതൽ ആയിരിക്കാം. അധ്യാപകൻ എന്നുള്ള രീതിയിൽ. ഞാൻ ഇൻസിസ്റ്റ് ചെയ്യാറില്ല. അതായത് പഠിക്കണമെങ്കിൽ പഠിച്ചോട്ടെ, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പഠിക്കാൻ അമ്മ വളരെ നന്നായിട്ട് അഡ്വൈസ് ചെയ്യുന്ന ആളാണ്, അവളുടെ അമ്മ, എൻ്റെ വൈഫ്. അപ്പോൾ ഈ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ കാര്യങ്ങളും, നല്ല ലൈബ്രറി ഉണ്ട്, വാങ്ങിക്കൊടുക്കും, ബുക്ക് ഉണ്ട് വീട്ടിലുണ്ട്, നല്ല ഇഷ്ടംപോലെ ബുക്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ട് വായിക്കട്ടെ, താല്പര്യമുണ്ടെ പഠിക്കട്ടെ. പിന്നെ ഞാനിപ്പോൾ ഈ ഫീൽഡിലായതുകൊണ്ട് എൻട്രൻസ് കോച്ചിങ്ങിനകത്തേക്ക് മീൻസ് എൻട്രൻസ് പഠിക്കാൻ പോകുന്നതിന് അവൾക്ക് ബുദ്ധിമുട്ടില്ല. അതിന് നിർബന്ധിക്കില്ല, താല്പര്യമുണ്ടെങ്കിൽ പഠിക്കുക, അത്രേ ഉള്ളൂ. സാർ, അതുപോലെ തന്നെ ഈ വർഷം നീറ്റ് 2024 തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. സുവോളജി അവരുടെ ഒരു മെയിൻ സബ്ജക്റ്റ് ആണ്. ഒരുപാട് സ്കോറുകളൊക്കെ അതിൽ അവരെ കാത്തിരിപ്പുണ്ട്, ബയോളജി മൊത്തത്തിൽ. അതെ, ബയോളജി മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് അവരോട് പറയാം, അതായത് ഈ വർഷം എങ്ങനെ നമ്മൾ ബയോളജിക്കായിട്ട് തയ്യാറെടുക്കണം. സാറിൻ്റെ അവരിപ്പോൾ ഓൾറെഡി നല്ല കോൺഫിഡൻ്റ് ആണ്, പക്ഷെ എങ്കിലും ഇനിയുള്ള ദിവസം വളരെ നിർണായകമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ നമ്മുടെ ഈ 3 സബ്ജക്റ്റ്, നിങ്ങൾ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് 3 സബ്ജക്റ്റ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. പൊതുവിൽ നമ്മൾ കുട്ടികൾ കാണപ്പെടുന്ന ഒരു പ്രവണത, ഈ ബയോളജി വളരെ ഈസി ആയിരിക്കും, വായിച്ചാൽ മനസ്സിലാകും. അപ്പോൾ അതൊക്കെ നമുക്ക് ലാസ്റ്റ് ടൈമിലേക്ക് മാറ്റിവെക്കാം, കൂടുതൽ സമയം നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രിക്ക് പഠിക്കാം എന്ന് ധരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അത് തെറ്റായി ഞാൻ പറയുന്നില്ല. കൂടുതൽ സമയം നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രിക്ക് മാറ്റിവെക്കണം. എന്നിരുന്നാൽ കൂടി എല്ലാ ദിവസവും ബയോളജിയും കൂടെ പഠിക്കണം. ബയോളജി അവസാനത്തേക്ക് മാറ്റിവെക്കരുത്. പലപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ചില കുട്ടികൾ കണ്ടു, തെറ്റിദ്ധാരണയാണത്. അതായത് കൂടുതൽ സമയങ്ങൾ അവർ ഈ ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ചുകൊണ്ടേയിരിക്കും. ചില ദിവസങ്ങളിൽ ബയോളജി നോക്കുകൂടിയില്ല. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് എക്സാം എടുക്കുമ്പോൾ ഒന്ന് നോക്കാം, ആ ഒരു കാഴ്ചപ്പാടായിരിക്കും. അപ്പോൾ അത് തെറ്റാണ്. മറ്റ് സബ്ജക്റ്റിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ ഇതിനും കൊടുക്കണം. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്കൊരു ഫിസിക്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഇതിന് വേണ്ടി വരില്ല, അല്ല കെമിസ്ട്രിയിൽ പഠിക്കാൻ എടുക്കുന്ന എഫർട്ട് ഇതിന് വേണ്ടി വരില്ല. ഇപ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്തമാറ്റിക്കൽ റിലേഷൻ ഉള്ളതുകൊണ്ട് അതിന് കൂടുതൽ എഫർട്ട് എടുത്ത് ബുദ്ധി ഉപയോഗിച്ച് ഇക്വേഷനും ഡെറിവേഷനും പ്രോബ്ലം ഒക്കെ ഉണ്ട്. അത്ര എഫർട്ട് ഇതിന് വേണ്ടി വരില്ല. ഇത് സിമ്പിൾ സബ്ജക്റ്റാണ്, വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകണം. പിന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബുക്ക് NCERT ആണ്, അത് നമ്മുടെ ഗവൺമെൻറ് ഇറക്കിയ പുസ്തകം. അത് നിങ്ങൾ നന്നായി വായിക്കുക. എനിക്ക് തരാനുള്ള ഏക അഡ്വൈസ് ആണ്, അതായത് നിങ്ങൾ ആവശ്യമില്ലാത്ത ടോപ്പിക്സ് പഠിച്ചിട്ട് സമയം കളയരുത്. പൊതുവിൽ കുട്ടികളുടെ ഒരു പ്രവണത ഈ ബുക്കിലൊന്നും ഇല്ലാത്ത പലതിൻ്റെ പിറകെ പോകും. അത് വേണ്ട. നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഇത് മാത്രം പഠിക്കുക, അതായത് NCERT മാത്രം. NCERT ആണ് നിങ്ങളുടെ ബൈബിള്. അത് ഡെയിലി വായിക്കുക, അതിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അത് ഒരു റൊട്ടീനായിട്ട് മാറ്റുക. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. ഫിസിക്സിനും കെമിസ്ട്രിക്കും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഞങ്ങളുടെ സബ്ജക്റ്റിനോട് തരണം. അത് എല്ലാ ദിവസവും പ്രിപ്പയർ ചെയ്യണം. NCERT നന്നായിട്ട് വായിക്കുക. ഇനിയിപ്പോൾ നീറ്റ് അടുത്ത സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഒരേ ഒരു കാര്യം, പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ തിയറി പുസ്തകമൊക്കെ വായിച്ചിട്ട് സമയം കളയുന്നതിനേക്കാൾ ബെറ്റർ മാക്സിമം തിയറി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി റാങ്കിലേക്ക് എത്താൻ പറ്റും, ഒരു സംശയമില്ല. ഈ ഇന്റർവ്യൂവിൽ രാജേഷ് സാർ പങ്കുവച്ച ഒരു കാര്യമുണ്ട്. പഠിപ്പിക്കാൻ ക്ലാസ്സിൽ കയറുമ്പോൾ പഠനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കുട്ടിയെയും അല്പം പിന്നോക്കം നിൽക്കുന്ന കുട്ടിയെയും പരിഗണിക്കുന്നത് ഒരുപോലെയാവണം. എന്നുവെച്ചാൽ ആ ക്ലാസ്സിലെ ഒരു കുട്ടി പോലും തൻ്റെ പഠന മികവിൻ്റെ പേരിൽ നിരാശപ്പെടരുത്. അപ്പോഴാണ് ഒരു അധ്യാപകന്റെ കടമ പൂർണ്ണമാകുന്നത്. അതെ, പഠനവഴിയിൽ വിദ്യാർത്ഥികൾക്ക് കരുത്താവുന്ന മറ്റൊരു ലെജൻഡിനൊപ്പമുള്ള എപ്പിസോഡുമായി വീണ്ടും കാണാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.